പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓശാന ഞായറാഴ്ച. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും. ഒരു ചെറിയ സംഭവം പങ്കുവെച്ച് നമ്മൾ അതിലേക്ക് പ്രവേശിക്കാം. ഒരു സ്ഥലത്ത് 4 ചേട്ടൻ അനുജന്മാർ താമസിക്കുന്ന ഒരു തറവാട്. 4 പേരും അവരുടെ വീടുകൾ, സെപ്പറേറ്റ് വീടുകൾ വെച്ച് അവർ ഒരു ഗ്രൗണ്ടിന് ചുറ്റും താമസിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും കളിക്കുവാനായിട്ട് ഈ 4 വീടിന് മുൻപിലും ഒരു ഗ്രൗണ്ടുണ്ട്. ഓശാന ഞായറാഴ്ച എല്ലാവരും ദേവാലയത്തിലേക്ക് പോയി അവർ ഓശാനയ്ക്ക് കിട്ടുന്ന കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് മടങ്ങി. ഓശാന തിരുക്രമങ്ങൾ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഈ 4 വീടുകളുമായി 13ഓളം കുട്ടികളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പല പ്രായത്തിലുള്ളവരാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 7, 6, 5, 4, 3, 2 നഴ്സറി കുട്ടികളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി പറഞ്ഞു, നമ്മൾ പള്ളിയിലോട്ട് പോയപ്പോൾ നമ്മുടെ വിചാരിച്ച് നമുക്ക് ഓല തന്നില്ലേ, ഒരു തോല. എന്നിട്ട് നമ്മൾ പ്രദക്ഷിണമായിട്ട് പോയില്ലേ, നമ്മളെന്താ പാടിയത്? ഓശാന ഈശ്വരന് സതതം. നമുക്ക് ഇവിടെ ഓശാന കളിച്ചാലോ? അങ്ങനെ എല്ലാവരും കൂടി ആ ഗ്രൗണ്ടിൽ ഓശാന കളിക്കുവാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഗ്രൗണ്ടിലേക്ക് ചാഞ്ഞ് ഒരു തെങ്ങിൻ്റെ ഓല കെടുപ്പുണ്ട്. ആ ഓലയിൽ നിന്ന് ചെറിയ തണ്ടുകൾ എടുത്ത് അവർ കയ്യിൽ പിടിച്ച് ഓശാന ഈശ്വരന് സതതം, ഓശാന ഈശ്വരന് സതതം എന്ന് പറഞ്ഞ് ഒരു വരിയായിട്ട് നടക്കുകയാണ്. ഈ സമയത്താണ് മുതിർന്ന ഒരു കുട്ടൻ പറഞ്ഞത്, അല്ല, ഓശാനയ്ക്ക് ഈശോ വേണ്ടേ? ആരാണ് ഈശോ? നീ ഈശോവാവോ? നീ ഈശോയാകോ? നീയോ? ആർക്കും ഈശോ ആകാൻ പറ്റൂല. അപ്പോഴാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഗുണ്ടപ്പൻ, അവൻ പറഞ്ഞു, ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വെച്ച് എല്ലാവരും കൂടി വീണ്ടും റൗണ്ട് കൂടി അടിച്ചു, ഓശാന ഈശ്വരന് സതതം. അപ്പോഴാണ് ഒരു മകൾക്ക് പെട്ടെന്ന് ചിന്ത വന്നത്, അല്ല, കഴുത വേണ്ടേ? അപ്പം ആര് കഴുതയാകും? ആരും കഴുതാകാനില്ല. അപ്പോഴാണ് വണ്ണം കുറഞ്ഞ ഒരു പയ്യൻ, ഞാൻ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവനെ കുരിച്ചു നിർത്തി വണ്ണമുള്ള ഈ കുട്ടപ്പനെ അവൻ്റെ മുഖത്തൊരു ഒറ്റ ഇരുത്ത. എല്ലാം കൂടി ദേ കെടുക്കണം. എന്നാലും കുഴപ്പമില്ല, വീണ്ടും ഇവൻ കുരിഞ്ഞു നിന്നു. ആ ഉണ്ടപ്പനെ യേശുവായിട്ട് കഴുതപ്പുറത്ത് കയറ്റി നിർത്തി. അവർ വീണ്ടും യാത്ര ചെയ്യുകയാണ്. അവന് കൂടുതൽ വേദന വന്നു. ആ വേദന വന്നപ്പോൾ കഴുതിയായ മകൻ, ഇനി എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ മാറിപ്പോയി. ഇനിയിപ്പോൾ എങ്ങനെ കഴുതപ്പുറത്ത് കയറ്റും? അപ്പോഴാണ് ഗ്രൗണ്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു മാവിൻ്റെ കൊമ്പ് അവർ കണ്ടത്. ഈ വണ്ണമുള്ള ഗുണ്ടപ്പനെ എല്ലാവരും കൂടി കൊമ്പുമേൽ എടുത്തു വെച്ചു. എന്നിട്ട് കൊമ്പ് പതുക്കാൻ കീഴ്പോട്ടാക്കി ഓശാന, മുകളിലേക്കാക്കി സതതം, കീഴ്പോട്ടാക്കി ഓശാന, മുകളിലേക്കാക്കി ഈശ്വരന് സതതം. അങ്ങനെ ഈ കൊമ്പിൻ്റെ ആട്ടം കൂട്ടി, കൊമ്പിൻ്റെ ആക്കം കൂടി എല്ലാവരും കൂടി കൊമ്പ് മുകളിലേക്ക് വിട്ടു. നോക്കിയപ്പോൾ ഇവന് മുകളിലേക്ക് പറന്നു, കീഴ്പോട്ട് വീണപ്പോൾ ഇവൻ്റെ കൈകാലുകളൊക്കെ മുറിഞ്ഞു. അവിടെയും ഇവിടെയും ചോരപ്പാടുകൾ വീണു. അവൻ വാവിട്ട് നിലവിളിച്ചു. അമ്മമാർ ഓടി വന്നു. ഈ മകൻ്റെ അമ്മ ഓടി വന്നിട്ട് ഇവനെ കൊണ്ടുപോയി കിണറ്റിൻ കരയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെള്ളമെടുത്ത് എവിടെയൊക്കെ മുറിവുണ്ടോ അവിടെയൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയാണ്. ഈ സമയത്ത് അവൻ വാവിട്ട് നിലവിളിച്ചു. അപ്പം അവൻ പറയുകയാണ്, അയ്യോ അമ്മേ, ഉവാവ്, അമ്മേ അമ്മേ വേദന, അമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അമ്മ ചോദിച്ചു, എന്തിനാ നിനക്കിങ്ങനെ വേദന വന്നത്? നീ എന്തായി തീർന്നപ്പോഴാണ് വേദന വന്നത്? അവൻ പറഞ്ഞു, ഞാൻ യേശുവായിട്ട് തീർന്നപ്പോഴാണ് എനിക്ക് വേദന വന്നത്. യേശുവായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് എനിക്ക് വേദന വന്നത്. അമ്മ പറഞ്ഞു കൊടുത്തു, ഉവാവുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് യേശുവാകാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സഹനത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും വഴിയിലൂടെ യേശു പോകുന്നതിൻ്റെ ഒരു വലിയ യാത്രയാണ് ഈ ജെറുസലേമിലേക്ക് ഈ ഓശാന യാത്ര അവർ നടത്തിയത്. യഹൂദ ജനത പാടിയതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഗാനത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഓശാന ദിനം. അവർ പാടി, ഓശാന ഈശ്വരന് സതതം. ഇത് വലിയ ഒരു ഗാനം. ഇത് അടിമത്തത്തിൽ നിന്നും പുറത്തേക്ക് വരുവാനുള്ള, അടിമത്തത്തിന് ചങ്ങലപ്പൊട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ ഒരു ഗാനമാണ് ഓശാന ഈശ്വരന് സതതം. കാരണം റോമൻ കാലഘട്ടത്തിൽ അവർ അടിമത്തത്തിലായിരുന്നപ്പോൾ അതിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും അവരുടെ അടിമത്ത ചങ്ങല പൊട്ടിച്ചെറിയുവാനും യഹൂദ ജനതയ്ക്ക് സാധിച്ചതും ഉത്ഥാനത്തിന്റെ സമാധാനം സ്വീകരിച്ചതും ഈ ഓശാന പാടി അവർ യേശുവിനെ വരവേറ്റപ്പോഴും ഉയർപ്പിന്റെ കാലഘട്ടത്തിലുമാണ്. അതുകൊണ്ട് ഇത് വലിയ ഒരു അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു ഗീതം കൂടിയാണ്.
നമുക്ക് തെളിവുകളുണ്ട്. ഉദാഹരണം, പൗലോസും ശീലാസും അവർ വലിയ ഒരു തടവറയിൽ കഴിഞ്ഞപ്പോൾ അവരെ അതിൽ നിന്നും മോചനം കിട്ടിയത് ഈ പൗലോസ് ശ്ലീഹ പാടിയ, കർത്താവിനെ പാടിയ മഹത്വത്തിൻ്റെ ഗാനമാണ്, ജയഗാനമാണ്. ഈ പാട്ട് പാടിയപ്പോൾ തന്നെ ആ വലിയ ഇരുമ്പിൻ്റെ തടവറ, ആ കമ്പികൾ പൊട്ടിച്ചിതറുകയും അവർ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. നമ്മുടെ ഡൊമിനിക് വളമനാൽ അച്ഛന് ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡൊമിനിക് അച്ഛന് ക്യാൻസറാണ് അച്ഛാ, ക്യാൻസറാണ് അച്ഛാ, ക്യാൻസറാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ദിവികാനീശ്വയെ എടുത്തു വെച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി, ആരാധ്യൻ യേശു പരാ, വണങ്ങുന്നു എൻ പ്രിയനേ. അതെ, യേശുവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ ഇന്ന് അനേക ആയിരങ്ങൾക്ക് വലിയ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും സൗഖ്യത്തിൻ്റെയും വചനം പങ്കുവെച്ചുകൊണ്ട് ഈ ലോകമെമ്പാടും സഞ്ചരിക്കുന്ന അച്ഛൻ, നമുക്കും യേശുവിനെ മഹത്വം പാടണം, ഹോശാന പാടണം. നീയും നിന്റെ ഹൃദയവും സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. കുരുത്തം നൽകുന്ന ഓലയാണ് കുരുത്തോല. ഈ കുരുത്തോല കൈ പിടിച്ചുകൊണ്ട് നീ ഹോശാന പാടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകുകയാണ്. അതുകൊണ്ട് ഈ കുരുത്തോല പിടിച്ച് നീയും ഹോശാന പാടണം. ഈ ഭൂമിയിൽ എത്രയോ പേർക്ക് നീ മുഖസ്തുതി പാടിയിട്ടുണ്ട്. നീ എവിടെയെങ്കിലും ചെന്ന് എത്തിയോ? ഇല്ല. ദൈവത്തിന് വേണ്ടി പാടുക, കർത്താവിന് മുൻപിൽ പാടുക. കർത്താവ് നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. തൂങ്കുഴി പിതാവ് ഒരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് ജെറുസലേമിലേക്ക് ഇസ്രായേൽ യാത്രയ്ക്ക് പോയപ്പോൾ ബെത്ഫഗ ഹോശാന പ്രദക്ഷിണം ആരംഭിച്ച ആ വഴിയുടെ അരികിൽ ഒരു ആശ്രമമുണ്ട്, ഫ്രാൻസിസ്കൻ ആശ്രമം. ഈ ആശ്രമത്തിലൊരു പ്രായം ചെന്ന അച്ഛനുമായി തൂങ്കുഴി പിതാവ് കൂട്ടം കൂടി. തൂങ്കുഴി പിതാവിന് ഒരു ചിത്രം ആ വൈദികൻ കൊടുത്തു. പിതാവ് ചിന്തിച്ചു, ഇത് കർത്താവിൻ്റെ ചിത്രമായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷേ തുറന്നു നോക്കിയപ്പോഴാണ് ഒരു കഴുതയുടെ ചിത്രം. പിതാവ് കൂട്ടിച്ചേർക്കുകയാണ്. ആ കഴുതയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അഭിമാനപൂരിതമാകുന്ന മുഖത്തിൻ്റെ ഐശ്വര്യം. അതിൻ്റെ അടിയിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഈ കഴുത പറയുന്നത് പോലെ, എൻ്റെ മുത്തശ്ശനാണ് യേശുവിനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയത് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിനെ വഹിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ കർത്താവിനെ വഹിച്ചുകൊണ്ട് ജെറുസലേമിലേക്കാണോ പോകുന്നത്? എന്താണ് ജെറുസലേം? ജെറുസലേം ഈശോ മരിച്ച ഗാഗുൽത്ത ഉള്ള സ്ഥലമാണ്. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത സ്ഥലമാണ് ജെറുസലേം. ആ ജെറുസലേമിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രകാശത്തിൻ്റെയും വലിയ നാടാണ്. നീ കർത്താവിനെ വഹിച്ചുകൊണ്ട് പോകേണ്ടത് ഈ പ്രതീക്ഷയിലേക്കാണ്, ഈ പ്രത്യാശയിലേക്കാണ്, ഈ പ്രകാശത്തിലേക്കാണ്. അവിടെയാണ് നിന്റെ ഹോശാന വിളി ഫലപുഷ്ടമാകുന്നത്. നമുക്ക് ചിന്തിക്കാം, ഈ കുരുത്തോല വഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈകൾ നിന്റെ അരികിലേക്ക് നീട്ടിപ്പിടിക്കും. കാരണം നീ ഹോശാന പാടുന്നത് കർത്താവെ രക്ഷിക്കണമെന്നാണ്. അങ്ങനെ നീ ഉച്ചത്തിൽ പാടുമ്പോൾ ആ കർത്താവിൻ്റെ കരം നിന്നിലേക്ക് നീട്ടിപ്പിടിക്കും. അത് രക്ഷയുടെ അടയാളമാണ്. ഇന്ന് പലപ്പോഴും നിശബ്ദതയാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും സ്തുതി പാടുമ്പോഴും പലരുടെയും ചുണ്ടുകളും നാവും അനങ്ങുന്നില്ല. നിശബ്ദതയാണ്. നിശബ്ദത പോരാ. സ്നേഹമുള്ളവരെ, നീ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ പ്രാർത്ഥന വേളകളിൽ നീ കർത്താവിനെ സ്തുതിക്കുന്നുണ്ടോ? മഹത്വപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ സ്തുതിക്കുമ്പോഴും മഹത്വപ്പെടുത്തുമ്പോഴും നീ അറിയാതെ നിന്റെ അരികിലേക്ക് കർത്താവ് കരം നീട്ടിപ്പിടിക്കുകയാണ്. അത് കൃപയുടെ കരമാണ്. കൃപയുടെ കരം നീ നഷ്ടപ്പെടുത്തരുത്. കാരണം ഹോശാന ഈശ്വരന് സതതം ഹോശാന വിളി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വിളിയാണ്. അത് നീ വിളിച്ചേ മതിയാവൂ. നമ്മൾ ഹോശാന പാടുമ്പോൾ കിട്ടുന്ന വലിയ കൃപ, കർത്താവ് തൻ്റെ കരം നിന്റെ അരികിലേക്ക് നീട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്കിടയിലും കുടുംബ പ്രാർത്ഥനയിലും മറ്റു ധ്യാന അവസരങ്ങളുമൊക്കെ നീ ഹോശാന പാടണം. എന്നാൽ നിശബ്ദതയാണ് പലയിടത്തുമുള്ളത്. നിങ്ങളുടെ ചുണ്ട്, നിന്റെ നാവ് അനങ്ങുന്നില്ല. നിശബ്ദതയല്ല വേണ്ടത്. കർത്താവിന് ജയഗാനം പാടി നീ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവ് നിന്റെ അരികിലേക്ക് കരം നീട്ടിപ്പിടിക്കും. അടിമത്തം നീങ്ങിപ്പോകും. ഇരുട്ടിൻ്റെ തടവറകൾ അങ്ങ് തുറന്നു കിടക്കും. കാരണം കർത്താവാണ് കരം നീട്ടുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഹോശാന പാടണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. 2, കുരുത്തോല. ഈ കുരുത്തോല വിജയത്തിൻ്റെയും നന്മയുടെയും പ്രതീക്ഷയുടെയും അടയാളമാണ്. ഈ കുരുത്തോല നീ ഉയർത്തിപ്പിടിച്ച് നീ കർത്താവിന് ഹോശാന പാടുക. വിജയത്തിൻ്റെ കാഹളം നിനക്ക് മുഴങ്ങാൻ പറ്റും. അതോടൊപ്പം തന്നെ
അഹങ്കാരം വെടിഞ്ഞ് നീ കർത്താവിൽ നല്ല മനോഭാവത്തിൽ മുന്നേറാൻ സാധിക്കും. മൂന്നാമതായി കഴുത സമാധാനത്തിൻ്റെ, ശാന്തതയുടെ അടയാളമാണ്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് സമാധാനവും ശാന്തതയും കൊടുക്കുവാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ഓശാന പാടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.